Hot summer nights made July when you and I were forever wild. Crazy days, city lights, the way you'd play with me like a child. തിരക്കേറിയ നഗരത്തിന് നടുവിൽ ഒരു ചെറിയ കോണില് ഒരു മനോഹരമായ ബേക്കറി ഉണ്ടായിരുന്നു. പുറത്ത് മഞ്ഞ് വീഴുമ്പോഴും അകത്തെ ചൂടും സ്നേഹവും നിറഞ്ഞതായിരുന്നു. പുതുതായി ചുട്ടെടുത്ത ബ്രെഡിന്റെയും ചൂടുള്ള കോഫിയുടെയും ആ ഒരു ഗന്ധം അകത്തും പരന്നിരുന്നു. രാവിലെ ആയതിനാൽ ബേക്കറിയിൽ നല്ല തിരക്കായിരുന്നു. ചിലർ അവരുടെ പ്രിയപ്പെട്ട കോഫി ഓർഡർ ചെയ്യുന്നു, ചിലർ ഫ്രഷ് പേസ്ട്രികൾ തിരഞ്ഞെടുക്കായിരുന്നു. ചിരികളും ചെറിയ സംഭാഷണങ്ങളും കൊണ്ട് ആ സ്ഥലം ജീവനുള്ളതുപോലെ തോന്നി. ആ തിരക്കിനിടയിൽ കൗണ്ടറിന് പിന്നിൽ നിന്ന് ഒരാൾ എല്ലാവരെയും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്നുണ്ടായിരുന്നു. ഓരോ കസ്റ്റമറിനോടും ഒരു ചെറിയ പുഞ്ചിരിയോടെ സംസാരിക്കുന്ന എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാൾ, ആലിസ്. എടാ, നീ ഇന്നത്തെ ഓർഡേഴ്സ് ഒക്കെ ചെക്ക് ചെയ്തായിരുന്നോ? ക്രോഷൻസ് റെഡിയാണ്. പിന്നെ കോഫി മെഷീൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓർഡർ വന്നിട്ടുള്ള പ്രൊഡക്ട്സ് എല്ലാം ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഇവിടുത്തെ കസ്റ്റമേഴ്സിനൊക്കെ നിന്നെ ഒത്തിരി ഇഷ്ടമായെന്ന് പറയുന്നുണ്ട്. അവർ വീണ്ടും കടന്നു വരുന്നത് തന്നെ നിന്റെ ഈ സംസാരം ഒത്തിരി ഇഷ്ടപ്പെട്ടോണ്ടാ. എൻ്റെ ഈ സംസാരം കൊണ്ടൊന്നും അല്ല അവർ വരുന്നേ. ഇറ്റ്സ് ബിക്കോസ് ഓഫ് യുവർ ബേക്കറി, നോട്ട് ബിക്കോസ് ഓഫ് മീ. ഓ പിന്നെ, എനിക്കറിയാം. Good morning. വെരി ഗുഡ് മോർണിംഗ്. വാട്ട് വുഡ് യു ലൈക്ക് ടു ഓർഡർ? മലയാളിയാണോ? ഐ എം മലയാളി. അതെങ്ങനെ മനസ്സിലായി? ഓ, അതിപ്പോ ഏത് മലയാളിക്കാ മറ്റൊരു മലയാളിയെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാത്തെ? അങ്ങനെ ഞാനും മനസ്സിലാക്കി. ഓ അങ്ങനെ. ഐ ഡിഡ്ന്റ് എക്സ്പെക്ട് ഒരു മലയാളിയെ കണ്ടിട്ടൊന്നും ഞാൻ വിചാരിച്ചു പോലില്ല. ഈ പറഞ്ഞ ഞാനും വിചാരിച്ചില്ല. എനിവേ, നൈസ് ടു മീറ്റ് യു. ഓഫ് കോഴ്സ്, നൈസ് ടു മീറ്റ് യു. എനിക്ക് എന്താ കഴിക്കാൻ വേണ്ടതെന്ന് എന്നോട് പറഞ്ഞില്ല. എടുക്കാമായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ. ഓ, ഞാനത് മറന്നു. ഒരു ബട്ടർ ക്രോഷ്യൻ്റും ക്യാപ്പുച്ചിനോവും തന്നേരെ. ഓക്കെ, താങ്ക് യു. സാർ, ഇനി വേറെന്തെങ്കിലും വേണോ? ഏയ് വേണ്ട. എന്നാ ശരി, വീണ്ടും കാണാം. ഓക്കെ, ബൈ. ഹാവ് എ നൈസ് ഡേ. ഗുഡ് ഈവനിങ്. ഇയാളിവിടുത്തെ സ്ഥിരം കസ്റ്റമർ ആണോ? എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, ഇയാളെ ഞാൻ രാവിലെയും കണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. ഇവിടെ അടുത്താണോ? വർക്ക് ചെയ്യുവാണോ? ആക്ച്വലി ഞാൻ ഇവിടുത്തെ ആർക്കിടെക്ചറാണ്. പിന്നെ എനിക്കൊരു ചെറിയ റിലേഷനുണ്ട് ഈ കഫേ ആയിട്ട്. ഞാൻ ആദ്യമായിട്ട് ആർക്കിടെക്ചറിന് ജോലി കിട്ടി ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇൻറ്റീരിയൽസ് എല്ലാം സെലക്ട് ചെയ്ത് നന്നായിട്ടൊരു പണിത ബിൽഡിംഗ് ആണ് ഈ കഫേ. ഓ, അതുകൊണ്ടാണല്ലേ വരുന്നേ. ഓക്കെ, ഇനി എന്താ വേണ്ടത്? എന്തെങ്കിലും പാഴ്സലാണോ? ഒരു ക്യാപ്പുച്ചിനോ പാഴ്സൽ എടുത്തോ. വേറെ ഒന്നും വേണ്ട. ആലിസേ, ഞാനൊരു കാര്യം അറിഞ്ഞല്ലോ. കഫേയിൽ ചെറിയ വർത്താനമൊക്കെ ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും ഇന്നലെ തമ്മിൽ കണ്ട് ഒത്തിരി സംസാരിച്ചു എന്നൊക്കെ. എന്താ നിങ്ങൾ സംസാരിച്ചേ? ഞങ്ങൾ എന്ത് സംസാരിക്കാൻ? ഞാൻ കണ്ടപ്പോൾ തന്നെ അയാൾക്ക് മനസ്സിലായി ഞാൻ മലയാളിയാണെന്ന്. അപ്പം എന്നോട് ചോദിച്ചു മലയാളിയാണോ എന്നൊക്കെ. ഞങ്ങൾ അങ്ങനെ ഒന്ന് സംസാരിച്ചു, അല്ലാതെ വേറെ എന്ത് സംസാരിക്കാൻ? ഒന്ന് പോയേ, ഇവരിങ്ങനെ പലതും പറയും. ഞാൻ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു. എന്ത് പ്രതീക്ഷിച്ചു? അതിന് പ്രതീക്ഷിക്കാൻ മാത്രം എന്തുണ്ടായി? നിങ്ങളൊക്കെ ഇങ്ങനെയാണോ? ചുമ്മാ ഒന്ന് ചിരിച്ച് സംസാരിച്ചാ അപ്പോഴേക്കും തെറ്റിദ്ധരിക്കാനായിട്ട്. അല്ല, ഞാൻ ചുമ്മാ ചോദിച്ചെന്നുള്ളൂ. പുള്ളിനെ കാണാൻ ഒടുക്കത്തെ ഭംഗിയല്ലേ, ആരാ വീഴാത്തെ? ശരിയാ, കാണാൻ നല്ല ഭംഗിയൊക്കെ തന്നെയാ. പക്ഷേ ഈ ഞാൻ വീഴുന്നൊന്നും വിചാരിക്കണ്ട. ഞാൻ അങ്ങനെ വേഗം വീഴുന്ന വ്യക്തിയൊന്നുമല്ല, അല്ലേ? ഹോ വിട്ടേരി, ഞാൻ ചുമ്മാ പറഞ്ഞതാണേ. ഹായ്, ഗുഡ് മോർണിംഗ്. 1 ക്യാപ്പുച്ചിനോ പ്ലീസ്. വേഗം വേണം കേട്ടോ. ഷുവർ. ഇപ്പം തന്നെ തരാട്ടോ, ഒരു 10 മിനിറ്റ്. സർ, ഇതാ നിങ്ങളുടെ ക്യാപ്പുച്ചിനോ. ആൻഡ് ഇനി എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഓ, താങ്ക് യു. ആൻഡ് വേറെ ഒന്നും വേണ്ട, ഞാനൊന്ന് പോട്ടെ. ബൈ. ഇന്നത്തെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ കോളേജിൽ പോവാം. ആടാ, നീ പൊക്കോ. ഇനിയിപ്പോൾ വൈകുന്നേരം കോളേജ് കഴിയുമ്പോൾ നീ വന്നാൽ മതി കേട്ടോ. അതുവരെ ഞാൻ ചെയ്തോളാം ഇവിടുത്തെ കാര്യങ്ങൾ. എന്നാ ഞാൻ പോട്ടെ, വൈകുന്നേരം കാണാം. ബൈ. ഇങ്ങനെ തന്നെ ഒരു 2-3 ദിവസം കഴിഞ്ഞു പോയി. ഈ 2-3 ദിവസവും രാവിലെയും വൈകുന്നേരവും അവൻ അവിടെ കഫേയിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു വൈകുന്നേരം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്.
ക്യാപ്പച്ചിനോ അല്ലേ? എനിക്കറിയാം, ഞാനിപ്പോൾ എടുക്കാം. അത് വേഗം മനസ്സിലായല്ലോ. അതിലിപ്പോൾ എന്താ മനസ്സിലാക്കാൻ? കഴിഞ്ഞ 3-4 ദിവസവും ഇയാളെ തന്നെയല്ലേ മേടിച്ചേ, അപ്പോൾ ഞാനൊന്ന് ഗസ് ചെയ്തു. എന്നാ ക്യാപ്പച്ചിനോ എന്നെ എടുത്തോ. ഇന്നാ പിന്നെ പാഴ്സല് ഞാൻ എന്ത് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പോകുന്നതിന് മുന്നേ അതങ്ങ് എടുക്കണേ. എനിക്ക് ഇച്ചിരി പണിയുണ്ട്, പിന്നെ വരാം. ആ ഓക്കെ ഓക്കെ. ഹലോ, ഇതുവരെ പോയില്ലേ? ദേ കടയടക്കാറായി. എന്തുപറ്റി പോവാത്തേ? അത് നല്ലോണം മഞ്ഞ് പെയ്യുന്നുണ്ട്. ഞാനാണെങ്കിൽ സ്വെറ്റർ എടുക്കാനും മറന്നുപോയി. ഇതൊന്ന് കുറഞ്ഞു കഴിയുമ്പോൾ പോവെന്നോർത്തു. ഓ അങ്ങനെ. ആ ശരി എന്നാ. തുടർന്ന് നീണ്ട 1.5 മണിക്കൂറോളം മഞ്ഞ് ശക്തമായി പെയ്തുകൊണ്ടിരുന്നു. മഞ്ഞ് പെയ്യുന്നത് നോക്കി അവൻ അവിടെ നിൽക്കുകയായിരുന്നു. പല പഴയ ഓർമ്മകളിലേക്ക് അവൻ പോയി. ആ ഓർമ്മകളിൽ നിന്ന് അവൾ തട്ടി ഉണർത്തി. ഹലോ, ഇതെന്താ ഇവിടെ മന്ദിച്ച് നിൽക്കുന്നേ? ഇത് പിടിക്ക്, ഹോട്ട് ചോക്ലേറ്റ്. നമുക്ക് എന്തെങ്കിലും സംസാരിച്ചിരിക്കാം. എനിക്കും എന്തായാലും പോവാൻ പറ്റിയിട്ടില്ല. ഹാ താങ്ക് യു. ആൻഡ് എന്തായിരുന്നു പേര്? അതുമാത്രം നമ്മൾ ഇതുവരെ സംസാരിച്ചിട്ടില്ല. എന്റെയോ? എന്റെ പേര് ആലിസ്. ഇയാളുടെയോ? എൻ്റെ പേര് ഏതൻ. ആൻഡ് നീ പഠിക്കുവാണോ? ഇവിടെ വല്ല പാർട്ട് ടൈം ജോബ് ചെയ്യാണോ? യാ, ഞാൻ പഠിക്കുമായിരുന്നു ഇവിടുത്തെ സെയിന്റ് യൂണിവേഴ്സിറ്റിയിലെ ഫാഷൻ ഡിസൈനിങ്. 2nd ഇയറാ. എൻ്റെ അമ്മയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു എന്നെ പുറത്ത് പഠിപ്പിക്കണമെന്നുള്ളത്. അതിനുവേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കി എന്നെ ഇങ്ങോട്ട് അയക്കുകയും ചെയ്തു. ഇപ്പോഴും അമ്മ ഒത്തിരി അവിടെ കഷ്ടപ്പെടുന്നുണ്ട്. അതെല്ലാം കാണുമ്പോൾ ഞാനിവിടെ വെറുതെ ഇരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഞാനും ഒരു പാർട്ട് ടൈം ജോബിന് കയറാന്ന് ഓർത്തു. അപ്പോൾ അമ്മക്കൊരു കൈത്താങ്ങായിരിക്കുമല്ലോ. വളരെ നല്ല കാര്യം. അമ്മയുടെ കഷ്ടപ്പാട് മനസ്സിലാക്കി സഹായിക്കാൻ കാണിച്ച ആ ഒരു മനസ്സ് ഒത്തിരി നല്ലത് തന്നെയാ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എല്ലാ ദിവസവും ഇവിടുന്ന് പാഴ്സൽ ക്യാപ്പച്ചിനോ മേടിച്ചോണ്ട് പോകാറുണ്ടല്ലോ, ആർക്കാ? അത് എൻ്റെ അമ്മക്ക്. അമ്മക്കെന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി വിഷമം ഞാൻ മുഖത്ത് കണ്ടല്ലോ. എന്തു പറ്റി? അമ്മ ഇന്ന് എൻ്റെ കൂടെ ഈ ഭൂമിയിലില്ല. മരിച്ചിട്ട് ഇപ്പോൾ 1 കൊല്ലം കഴിഞ്ഞു. അമ്മയുടെ ഫേവറേറ്റ് ആയിരുന്നു ക്യാപ്പച്ചിനോ. എല്ലാ ദിവസവും ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ അമ്മക്കിത് ഞാൻ മേടിച്ചുകൊണ്ട് പോകാറുണ്ട്. ഒരു ദിവസം എന്നോടമ്മ പറഞ്ഞു, മോനെ എനിക്ക് വയ്യ, വരാൻ പറ്റുമെന്ന്. പക്ഷെ അന്ന് എനിക്ക് ജോലി തിരക്ക് കാരണം ഞാൻ രാത്രിയായി വീട്ടിൽ ചെന്നപ്പോൾ അമ്മയുടെ സ്ഥിരം ഫേവറേറ്റ് ആയിട്ടുള്ള ക്യാപ്പച്ചിനോ മേടിച്ച് ഞാൻ വീട്ടിലോട്ട് ചെന്നപ്പോൾ കാണുന്നത് എൻ്റെ അമ്മ അനക്കമില്ലാതെ കിടക്കുന്നതാണ്. ഞാൻ ഓടിച്ചെന്ന് അമ്മേനെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ നോക്കി. അത്രയും നാളും എന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരുന്ന ആ ചിരി അന്ന് അവിടെ മാഞ്ഞു. ഞാനാകെ തകർന്നു പോയി. ഇന്നും എനിക്കൊരു ട്രോമയാണ്. ഞാൻ എല്ലാ ദിവസവും അമ്മ ഉണ്ടെന്നുള്ള ആ ഒരു ഇതിൽ ക്യാപ്പച്ചിനോ അമ്മയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കോഫി ഞാൻ മേടിച്ചുകൊണ്ട് പോകും. എനിക്കിന്ന് വരെ അത് അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല. ഇന്നും നെഞ്ചിലൊരു വേദനയായിട്ട് കഴിയുക ഞാൻ. പോട്ടെ, അതൊക്കെ വിട്ടുകള. ഞാനും കൂടി എന്തിനാ അതൊക്കെ പറഞ്ഞ് ഇയാളുടെ മൂടും കൂടി കളയുന്നേ? ശരി, എനിക്ക് സമയമായത്, മഞ്ഞ് കുറഞ്ഞു, ഞാൻ പോട്ടെ. ഏയ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പോവാണെങ്കിൽ പോയിക്കോ. ശരി എന്നാ. അതിനുശേഷം അവരവിടെ നിന്ന് പോയി. പതിവിലും കൂടുതലായി മഞ്ഞ് പെയ്യാനായി തുടങ്ങി. ആ ഒരു രാത്രി അങ്ങനെ തന്നെ കടന്നുപോയി. മനസ്സിലുണ്ടായിരുന്ന ആ ഒരു ഇത്തിരി വിഷമം മറ്റൊരാളോട് ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അവൻ്റെ മനസ്സിലെ ഭാരം കുറെ ഒഴിഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ഇന്നലെ ഞാൻ മോളിൽ നോക്കിയപ്പോൾ ഇവിടെ ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഷോപ്പ് ക്ലോസ് ചെയ്തില്ലായിരുന്നോ? അത് ഒരു കസ്റ്റമറും കൂടി ഉണ്ടായിരുന്നു. അത് മഞ്ഞ് കൂടിയോണ്ട് പോകാനും പറ്റിയില്ല. അപ്പോൾ കുറച്ച് നേരം അയാൾ അവിടെ വെയിറ്റ് ചെയ്തു. മാത്രമല്ല, എനിക്ക് ഓൾറെഡി ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ക്ലോസ് ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി. അതാ വെട്ടം കണ്ടേ. ഈ അയാളെന്ന് ഉദ്ദേശിച്ചത് ആ പയ്യനെയാണോ? മനസ്സിലാവുന്നുണ്ട്. ഇപ്പം എപ്പോഴും സംസാരവും കാണലൊക്കെയാണെന്ന്. എന്ത് മനസ്സിലാവുന്നുണ്ടെന്ന്? ഒന്ന് പോയേ, വെറുതെ ഇവിടെ സംസാരിച്ചെന്നേനാ. അത് ഇന്നലെ നന്നായിട്ട് മഞ്ഞ് പെയ്തെന്ന് പറഞ്ഞില്ലേ, അപ്പം അയാൾ വെയിറ്റ് ചെയ്തെന്നതാ. അപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് പോയി സംസാരിച്ചു. അതിപ്പോൾ ഇത്ര വലിയ തെറ്റിദ്ധാരണയാവോ? ഇങ്ങനെ സംസാരിച്ച സെറ്റാവുന്നേ. അങ്ങനെയൊന്നും അല്ല, ചുമ്മാ ഒന്ന് സംസാരിച്ചപ്പോൾ തന്നെ സെറ്റാവൂന്നൊക്കെ. കൊള്ളാലോ. ഇനി ഇങ്ങനെയൊന്നും പറയില്ല കേട്ടോ, എനിക്ക് വേറെ പണിയുണ്ട്. താനെപ്പോ വന്നു? ഞാനിപ്പോ വന്നുള്ളൂ. എന്തെങ്കിലും കേട്ടായിരുന്നോ? ഏയ് ഇല്ലില്ല, ഞാനൊന്നും കേട്ടില്ല. അല്ല, എന്തൊന്നായിരുന്നു വേണ്ടിയിരുന്നത്? ക്യാപ്പിച്ചിനോ. പെട്ടെന്ന് മറന്നുപോയി. എന്നാലും ഞാനിതിന് അയാളെ കണ്ടപ്പോ ഇത്ര വേവലാതിപ്പെടുന്നേ ആർക്കറിയാം. അങ്ങനെ ഒരു മാസം തന്നെ കടന്നുപോയി. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഇവർ ആ കഫേയിൽ വെച്ച് കാണുകയും സംസാരിക്കുകയും ഒത്തിരി വിശേഷങ്ങൾ പങ്കിടുകയും എല്ലാം ചെയ്ത് അങ്ങനെ ഇപ്പോൾ ഒരു 1.5 മാസം കഴിഞ്ഞേ.
ഇത്തിരി നേരത്തെ ഉണ്ടാക്കി വെക്കാം. ഇന്ന് കുറച്ച് നേരത്തെ തന്നെ അവള് ക്യാപ്പച്ചിനോ ഉണ്ടാക്കി കാത്തിരുന്നു. കുറച്ചധികം നേരമായി. ഏതൻ വരേണ്ട സമയമെല്ലാം കഴിഞ്ഞു. എന്നാലും അവള് കാത്തിരുന്നു. ഇന്നെന്താ കാണുന്നില്ലല്ലോ? നീ ആരെങ്കിലും വെയിറ്റ് ചെയ്യുവാണോ? അല്ല, ഞാൻ കസ്റ്റമേഴ്സ് വരുന്നുണ്ടോന്ന് നോക്കി നിൽക്കായിരുന്നു. അല്ല, കസ്റ്റമേഴ്സ് തന്നെയാണോ? എനിക്കൊരു സംശയം. എന്തിനാ സംശയിക്കുന്നത്? ഞാൻ അവരെ തന്നെയാ കാത്തിക്കുന്നത്. അങ്ങനെ വീണ്ടും സമയം ഒത്തിരി കടന്നുപോയി. വൈകുന്നേരം ആവാറായി. എന്നിട്ടും അവൻ വന്നില്ല. രാവിലെയും കണ്ടില്ല, വൈകുന്നേരമായിട്ടും കണ്ടില്ല. എന്തു പറ്റി എന്തോ, വരാഞ്ഞിട്ട് എനിക്കെന്തോ പോലെ. അല്ല, ഞാനെന്തിനാ? നീ ആരെയാണ് കാത്തിക്കണേന്നൊക്കെ എനിക്ക് മനസ്സിലായി. എടാ, ഇനി നേരം വൈകിയേ. ഇനി കാത്തുന്നിട്ട് കാര്യമില്ല. കട അടക്കാം, ബാ പോവാ. ഇന്നും ഉണ്ടാവൂലേ? ഗുഡ് മോർണിംഗ്. പറഞ്ഞത് കേട്ടില്ലേ? ഗുഡ് മോർണിംഗ്. ആൻഡ് എനിക്കൊരു ക്യാപ്പച്ചിനോ വേഗം കൊടുക്കണേ. ഏതനെ ഞാൻ 2 ദിവസത്തോട് കണ്ടില്ലല്ലോ. എവിടെ പോയായിരുന്നു? ഇവിടുന്ന് കുറച്ചകലെ വർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോ ഞാൻ അങ്ങോട്ട് 2 ദിവസത്തേക്ക് പോയേക്കായിരുന്നു. അതാ വരാൻ പറ്റാതിരുന്നത്. ഓ, അതായിരുന്നല്ലേ. അല്ല, ഞാൻ ഈ 2 ദിവസം വരാതെ എല്ലാ ദുഃഖവും മുഖത്ത് കാണുന്നുണ്ടല്ലോ. അത്രക്ക് മിസ് ചെയ്തു എന്നെ. ഏയ്, അതാ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് എത്രത്തോളം എന്നെ മിസ് ചെയ്തെന്നുള്ളത്. അങ്ങ് സമ്മതിച്ചാ പോരെ എൻ്റെ ആലീസേ. ഏയ്, ഞാനൊന്നും മിസ് ചെയ്തില്ല. അല്ലെങ്കിൽ തന്നെ താൻ വന്നില്ലെങ്കിൽ എനിക്കെന്താ? ഒരു കുഴപ്പമില്ല. അതിന് താനെന്തിനാ അടുത്തേക്ക് വരുന്നേ? എന്റെ ക്യാപ്പച്ചിനോ തന്റെ കയ്യിലല്ലേ ഇരിക്കണേ. താനായിട്ടോ എനിക്ക് തരുന്നില്ല. എന്നാ പിന്നെ ഞാനങ്ങ് മേടിക്കാന്ന് ഓർത്ത് അടുത്തോട്ട് വന്നതാ. മോനെന്തേ തെറ്റിദ്ധരിച്ചോ? എന്ത് തെറ്റിദ്ധരിച്ചോന്ന്? ഞാനൊന്നും തെറ്റിദ്ധരിച്ചിട്ടില്ല. തെറ്റിദ്ധരിച്ചില്ലെങ്കിൽ ഓക്കെ. എന്നാ ഞാൻ പോട്ടെ. പോട്ടെ. ശരി എന്നാ. എന്റെ നെഞ്ചിപ്പ പൊട്ടും. എന്റെ അമ്മേ, നല്ല ഇരുട്ടായല്ലോ. പതിയെ അങ്ങ് നടക്കാം. ഹലോ ഹലോ. ഏതൻ, നീയോ? എന്താ ഇവിടെ? അത് ഞാൻ എൻ്റെ വർക്ക് കഴിഞ്ഞ് വരുന്ന വഴിയായിരുന്നു. അപ്പോഴാ കട പൂട്ടുന്ന നിന്നെ കണ്ടത്. അപ്പോ ചുമ്മാ നടക്കാലോ എന്ന് ഓർത്തതിന് കൂടെ നടന്നതാ. ഞാനും നീ പോകുന്ന അതേ വഴി കൂടെ തന്നെയാ പോണേ. എന്നാ വാ, നമുക്ക് ഒരുമിച്ച് നടക്കാം. നല്ല മഞ്ഞുണ്ട്. ഇതൊക്കെ മര്യാദക്ക് കേട്ടോ. വാ. എന്ത് രസാലേ ഈ മഞ്ഞത്തിങ്ങനെ നടക്കാനായിട്ട്. ഹായ്. അതെ അതെ. പതിയെ നടക്ക്. കണ്ട് നേരെ നടക്ക്. നമ്മളിപ്പോ പരിചയപ്പെട്ടിട്ട് 2 മാസം കഴിഞ്ഞു. ഈ 2 മാസം എത്ര പെട്ടെന്നല്ലേ കടന്നുപോയേ. ഒത്തിരി നല്ല ഓർമ്മകൾ തന്നു. അത് ശരിയാ, എത്ര പെട്ടെന്നാലേ 2 മാസം അങ്ങ് പോയത്. ആക്ച്വലി ഞാനും ഭയങ്കര ഹാപ്പിയാ ഇതുപോലെ നല്ലൊരു ഫ്രണ്ടിനെ കിട്ടുമെന്ന്. ഞാനിങ്ങനെ വരുന്നതിന് മുന്നേ ചിന്തിച്ചിട്ട് പോലും ഇല്ല. ബട്ട് എനിക്കൊത്തിരി സന്തോഷമായി. സമയവും ദിവസവും മാസങ്ങളും കടന്നു പോകുന്നത് തന്നെ അറിയുന്നില്ല. എന്താണാവോ? മേ ബി അത് നമ്മൾ തമ്മിലുള്ള ആ ഒരു നല്ല ബോണ്ട് കാരണമായിരിക്കാം നമുക്ക് സമയവും ദിവസങ്ങളൊക്കെ പോകുന്നത് അറിയാൻ പറ്റാത്തത്. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും കണ്ട് ഇപ്പൊ എന്തോ മനസ്സിലെന്താ? എന്റെ ഒന്നോ വിട്ട് കളഞ്ഞിരുന്ന ഞാൻ ചുമ്മാ പറഞ്ഞതാ. മനസ്സിലൊന്നുമില്ല. പോ. അതെന്തോ ഒരു ശബ്ദം കേട്ടെ. അറിയില്ല. ആലിസേ, എന്റെ കൂടെ വാ അങ്ങോട്ട്. എന്താണ് ഇവിടെ നടക്കുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കുറച്ചു നേരം മുന്നേ ഇവിടെ എവിടെയോ മോഷണം നടന്നായിരുന്നു. അതിന് ചേസ് ചെയ്യാൻ വേണ്ടി പോലീസുകാർ വന്നപ്പോ മോഷണക്കാര് തോക്കെടുത്ത് വെടിവെക്കാനായിട്ട് തുടങ്ങി. നീ ഓട്. കണ്ണ് തുറക്ക് പ്ലീസ്.
ചെയ്യ് പ്ലീസ്. ആരെങ്കിലും ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. കണ്ണു തുറക്ക് പ്ലീസ്. എന്നെ വിട്ട് പോവല്ലേ. മനസ്സിലുള്ള ഇഷ്ടം ഒന്ന് തുറന്നു പറയാൻ പോലും എനിക്ക് പറ്റിയില്ല. ഞാൻ എന്ത് ചെയ്യാം? Someone help me, please. Please, ദൈവമേ. Doctor, how is he? He is stable. The bullet missed his vital organs and there is nothing to worry about him. ഏതൻ, നീ എന്തിനാ കരയുന്നേ? എന്തിനാണെന്നോ? നിന്നെ അവസ്ഥയിൽ കണ്ടപ്പോൾ ഞാൻ നിന്നെ ഇനി ഒരിക്കലും കാണില്ലെന്ന് വിചാരിച്ചു. എന്നെ നോക്ക്, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ നിനക്ക് പറയാൻ എളുപ്പമാണ്. പക്ഷെ ആ വെടിവെച്ച കേട്ട നിമിഷം മുതൽ എൻ്റെ ശ്വാസം പോലും നേരെ വീണിട്ടില്ല. അത്രക്ക് പേടിച്ചോ? ആ, കാരണം നിന്നെ നഷ്ടപ്പെടുന്ന ചിന്ത പോലും എനിക്ക് സഹിക്കാനായില്ല. അപ്പോ ഞാൻ നിനക്ക് അത്ര പ്രധാനപ്പെട്ട ആളാണ്? ആ അതെ. അപ്പൊ എന്താ ഇത്രയും നാളും എന്തുകൊണ്ടൊന്നും പറഞ്ഞില്ല? എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു. ഇന്നലെയോ ഇന്നും അല്ല, ഒരുപാട് നാളായി. ഓരോ ദിവസവും പറയണമെന്ന് വിചാരിച്ചു, പക്ഷെ പറയാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല. ഇന്ന് നിന്നെ നഷ്ടമാകുമെന്ന് തോന്നിയപ്പോൾ ഇനി പറയാതിരുന്ന ഒരിക്കലും പറയാൻ കഴിയുമെന്ന് എനിക്ക് മനസ്സിലായി. And I want to tell you something. I love you. Today I choose you as my forever. I promise to cherish you, protect you, and love you faithfully for the rest of my life. Today I choose you with all my heart. I promise to love you, stand by you, and walk with you through every season of my life. And I love you so much. ആലസ, ഈ ഡ്രസ്സ് പോയി മാറ്. എന്തിന്? ഞാനെന്ത് ചെയ്തു? ഇതുവരെ ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇനിയും നീ ഇത് മാറിയില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതിന് ഞാൻ നിന്നോടൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ അപ്പൊ നീ ശരിക്കും പെർമിഷൻ തന്നതാ? ആണെന്ന് കൂട്ടിക്കോ. ഹലോ, ഓസിനിരുന്ന് നിങ്ങൾ കാണുവാണല്ലേ? ഒറ്റ എണ്ണ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. എന്തുവാടേ? പ്രഭാതം പൊട്ടിമുളച്ചു. ബാക്കി കഥയിലോട്ട് പോവാം. ഓ, കരയില്ലേട്ടാ? അപ്പിടെ പൊന്നെ കരയില്ലേ? ഇപ്പൊ അമ്മേനെ വിളിക്കാം. ആലിസേ, ആലിസേ, എഴുന്നേറ്റ്. എന്താ? എഴുന്നേറ്റാ? ഓ, എനിക്ക് വയ്യ. എനിക്ക് നടുവും നെഞ്ചൊക്കെ വേദനിക്കുന്നു. ഏതാ നീ നോക്കൂ കുറച്ചു നേരം. ഹലോ, ഇപ്പൊ നിനക്ക് ബുദ്ധിമുട്ടോ? ഞാൻ നിന്നോട് കല്യാണം കഴിഞ്ഞപ്പോഴേ പറഞ്ഞല്ലേ 2 കൊല്ലം കഴിഞ്ഞിട്ട് മതിയെന്ന് കൊച്ച്. നിനക്കല്ലായിരുന്നോ? അയ്യോ, എനിക്കിപ്പോ തന്നെ വേണോന്ന് അനുഭവിച്ചു. അത് ഞാൻ അപ്പോഴത്തെ ആ ഒരു ഇതില്. ഏതാ പ്ലീസ്? ഓ, സമ്മതിച്ച്. നീ അതിനിച്ചിരി പാൽ കൊടുക്ക്, എന്നിട്ട് ഞാൻ നോക്കിക്കോളാം. എന്തിനാണിപ്പ അമ്മയുടെ പൊന്നി? എന്തിനാ കഴിയണേ? ഹലോ, കൊച്ചിനോട് കഴിഞ്ഞെങ്കിൽ എന്നെ ഒന്ന് പരിഗണിക്കാം. ഒരു തവണ പരിഗണിച്ചെന്റെയാ എൻ്റെ അടുത്ത് അവിടെ നിന്ന് പാൽ കുടിക്കുന്നത്. അല്ലേ ഇനി അടുത്തതും കൂടി. എൻ്റെ പൊന്നെ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഞാനിപ്പോൾ ഒത്തിരി ഹാപ്പിയാ. ഞാൻ ആഗ്രഹിച്ച ഒരു ഫാമിലി, നമ്മുടെ കൊച്ച്. റിയലി ഹാപ്പി. അന്ന് എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഇന്ന് എനിക്കിതൊന്നും അനുഭവിക്കാൻ പറ്റില്ലായിരുന്നു. വെരി വെരി ഹാപ്പി. അതെ. അല്ല, അതവിടെ നിൽക്കട്ടെ. ഇതെങ്ങാടി നോക്കുന്നേ? ഞാനങ്ങോട്ട് നോക്കിയില്ല. അവക്ക് എന്തൊരു ഭാഗ്യം.
എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഏയ് ഒന്നുമില്ല. നീ ആ കൊച്ചിനെ കൊണ്ട് ഇവിടെ വന്ന് കിടക്ക. ഇപ്പൊ നോക്കേ, നമ്മുടെ ഈ ഫാമിലി എത്ര രസമാണ്. നീയും ഞാനും നമ്മുടെ ബേബിയും.